ഷൊർണൂർ വരെ വന്നതല്ലേ, എങ്കിൽ കോഴിക്കോട് പോയി ബിരിയാണി കഴിക്കാമെന്ന് ജയകേഷിൻ്റെ ഒരു ആഗ്രഹം. പിന്നൊന്നും നോക്കിയില്ല, ഞാനും ദേവികയും ജയേഷ് കൂടി കോഴിക്കോട്ടേക്ക്. സ്റ്റേഷനിൽ ഇറങ്ങി നേരെ മിഠായി തെരുവിലേക്ക്. കാഴ്ചകൾ കണ്ട് നടന്നപ്പോഴേക്കും വിശന്നു തുടങ്ങി. ഇനി ബിരിയാണിയാണ് ലക്ഷ്യം. മീറ്ററിട്ട് ഓട്ടോ ഓടിക്കുന്ന മാന്യന്മാരായ ഓട്ടോ ചേട്ടന്മാരുള്ള നാട്. നേരെ കുറ്റിച്ചിറ ബിരിയാണി സെന്ററിലേക്ക്. ഓർഡർ ചെയ്ത ബിരിയാണി എത്തി. മൂന്ന് വെറൈറ്റി ആയിക്കോട്ടെന്ന് കരുതി. എനിക്ക് കിട്ടിയ ബീഫ് ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ. ജയേഷിന് കിട്ടിയ ദം ബിരിയാണി എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ പറയും. നല്ല ടേസ്റ്റ് ഉണ്ട്. ദേവിക തലശ്ശേരി ബിരിയാണിയാണ് ട്രൈ ചെയ്തത്. ബിരിയാണി കഴിച്ചിറങ്ങി നട്ടുച്ച പേരുള്ളാൻ ഇനി ബീച്ചിലേക്ക്. ഓട്ടോ ചേട്ടൻ്റെ വക ഒരാശംസയും. ആളും ആരോ ഇല്ലാതെ നീണ്ടു കിടക്കുന്ന കോഴിക്കോട് ബീച്ച്. ബീച്ചിൽ വന്നിട്ട് കാലം നനയ്ക്കാതെ എങ്ങനെ തിരികെ പോകും? നട്ടുച്ചയ്ക്ക് വെയിൽ കൊള്ളാൻ വന്ന ഞങ്ങളെപ്പോലുള്ളവർ ബോട്ടിങ്ങിന് പോകുന്നു. 1871 നിർമ്മിച്ച പഴയ പാലത്തിന്റെ തൂണുകൾ മാത്രം അവശേഷിക്കുന്നു. പ്രവേശനമില്ലാതെ കാട് കയറി കിടക്കുന്ന പഴയ ലൈറ്റ് ഹൗസ് ആണിത്. വഴിയോരക്കടകൾ കല്ലുമേക്കായ വറുത്ത് വെച്ചിരിക്കുന്നു. പക്ഷേ ട്രൈ ചെയ്തില്ല. ഈ കുപ്പി തുറക്കാനുള്ള ശക്തി ബിരിയാണിയിൽ നിന്ന് കിട്ടിയില്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെ നെല്ലിക്കയും കഴിച്ച് നേരെ അടുത്ത ഫുഡ് സ്പോട്ടിലേക്ക്. ഓട്ടോ വിളിച്ച് പിന്നീട് പോയത് ബൺബോയിലേക്കാണ്. ഇപ്പോൾ ബണ്ണാണല്ലോ നാട്ടിലെ താരം. ഇവിടെ വന്നപ്പോൾ എന്ത് വാങ്ങണമെന്ന് കൺഫ്യൂഷനായി. അവസാനം കൊറിയൻ ബട്ടർ ക്രീമും മിൽക്ക് ചോക്കോയും ഓർഡർ ചെയ്തു. പ്രതീക്ഷിച്ചതിനേക്കാൾ ടേസ്റ്റ് ആയിരുന്നു 2 ബണ്ണിനും. നല്ല ടേസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് വീണ്ടും SM സ്ട്രീറ്റ് എന്ന മിഠായി തെരുവിലേക്ക്. ഇനി ഷോപ്പിങ്ങിൻ്റെ സമയമാണ് കേട്ടോ. 10 രൂപയുടെ ഇട്ടാപ്പൊട്ടിയും വാങ്ങി വഴിനില പൊട്ടിച്ച് കളിക്കുകയാണ് 2 എണ്ണവും. എനിക്ക് കൂടി ഇടിമേടിച്ച് തരുന്ന കോളമുണ്ട്. കോഴിക്കോട് വന്നിട്ട് ശങ്കരൻ ബേക്കറിയിലെ ഹൽവ ഇല്ലാണ്ട് എങ്ങനെ തിരികെ പോകും? സാമ്പിൾ കൊടുക്കുന്ന ഹൽവ വാങ്ങി തിന്ന് 2 എണ്ണോടെ വയറ് നിറയ്ക്കുകയാണ്. ഹൽവയും വാങ്ങി നേരെ പോയത് സംഗീത് കൂൾ ബാറിലേക്കാണ്. ഇവിടുത്തെ ഫലൂഡ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഫലൂഡ. അങ്ങനെ ഇന്നത്തെ ഫുഡ് അടിയും കഴിഞ്ഞ് തിരികെ ഷൊർണൂർക്ക്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.